ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡബിങ് കാർണിവൽ. അപ്പം നമ്മൾ ഈ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡാണ് കാണാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടിനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ ആ റെൻ്റ് ഹൗസിൽ താമസിക്കുന്ന പയ്യൻ്റെ സൂപ്പർ മാർക്കറ്റിൽ നിന്നിട്ട് കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ട് അത് ബില്ല് പേ ചെയ്യാനായിട്ട് വരുമ്പോൾ അവിടെ ജോലിക്ക് നിൽക്കുന്ന വേറൊരു പയ്യനായിരുന്നു നിന്നിരുന്നത്. അപ്പോൾ അവനോട് ഈ റെൻ്റ് ഹൗസിൽ താമസിക്കുന്ന പയ്യൻ എവിടെയും ചോദിക്കുമ്പോൾ അവനിപ്പോൾ പുറത്ത് പോയതേ ഉള്ളൂ എന്നും കുറച്ച് കഴിയുമ്പോൾ എത്തുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അന്നേരം അവൻ ഇവളോട് ചോദിക്കുന്നുണ്ട്, മാഡം പുതിയ റിലേഷനൊക്കെ എന്തായി? ഞാൻ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു. എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ വഴക്കായോ? അല്ല, ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ ചോദിച്ചതാ. മുഖത്ത് കണ്ടാലറിയാം എന്തോ ഒരു വിഷമമുള്ളതായിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാകെ ചോദ്യങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നമ്മുടെ ഹീറോയിനെ കുഴപ്പിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അവൻ ചോദിച്ചതിനൊക്കെ ആൻസർ പറഞ്ഞിട്ട് ഹീറോയിൻ ബിൽ പേ ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു. അവൾ അങ്ങോട്ട് ഇറങ്ങുന്നതും ടേബിളിന് അടിയിൽ നിന്നിട്ട് ആ റെൻ്റ് ഹൗസിൽ താമസിക്കുന്ന പയ്യനെ നീറ്റ് വന്നിട്ട്, നിന്നോട് ആരാ ഇതൊക്കെ അവളോട് ചോദിക്കാൻ പറഞ്ഞത്? ഞാൻ കാര്യം പറഞ്ഞെന്ന് വെച്ചിട്ട് അധികം അങ്ങോട്ട് അലമ്പാക്കരുതെന്ന് പറഞ്ഞിട്ട് അവന് വഴക്ക് പറയുന്നുണ്ടായിരുന്നു. അന്നേരം അവൻ, നീ എന്തിനാ കയറി ഒളിച്ചിരുന്നത്? അതുകൊണ്ടല്ലേ അവളുടെ വിഷമം എന്താണെന്ന് അറിയാനായിട്ട് ഞാൻ ചോദിക്കേണ്ടി വന്നത്. അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോയും ആ മോഡൽ പെങ്കൊച്ചിനെയാണ് കാണിക്കുന്നത്. അവരിങ്ങനെ കാറിലിരുന്നിട്ട് അവൾ കുറച്ച് ക്ലോസ് ആയിട്ട് നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഹീറോ അന്നേരം അവളോട് പറയുന്നുണ്ട്, നീ നിന്നെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാനല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ, അതിന് നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിന്നെ ഒരിക്കലും മറക്കാനായിട്ട് പറ്റത്തില്ല എന്നും അത്രയധികം ഞാൻ നിന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കുറേ ഡയലോഗൊക്കെ അടിച്ച് അവളുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ വളരെ വിഷമത്തിലിങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ. അന്നേരം ആ റെൻ്റ് ഹൗസിൽ താമസിക്കുന്ന പയ്യൻ ഇവളുടെ വിഷമം എന്താണെന്ന് അറിയാനായിട്ട് അവളുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. വന്നിരുന്നിട്ട്, നീ എന്താ ഇവിടെ എടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല, ഫുഡൊക്കെ കഴിച്ചിരിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ല, കുറച്ച് മുന്നേ ഞാൻ അവിടെ വന്നപ്പോൾ നീ അവിടെ ഇല്ലായിരുന്നല്ലോ, എവിടെ പോകും ചോദിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയതെന്ന് അവൻ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും നമ്മുടെ ഹീറോയും ആ മോഡൽ പെങ്കൊച്ചിനെയാണ് കാണിക്കുന്നത്. അവൾ കുറച്ച് ക്ലോസ് ആയിട്ട് അടുത്തേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് അവിടേക്ക് ഒരു കാറ് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ആ കാറിൽ നിന്ന് ഇറങ്ങിയത് വേറെ ആരുമല്ല, ആ പ്രൊഡ്യൂസർ പെങ്കൊച്ചില്ലേ, അതായത് ആ മൂക്കിലിട്ട് ഇടി പറ്റിയ പെൺകുട്ടി, അവളായിരുന്നു വന്ന് ഇറങ്ങിയിരുന്നത്. അത് കണ്ടപാടെ നമ്മുടെ ഹീറോയും ആ മോഡൽ പെങ്കൊച്ചും എന്തോ ഒരു അപകടം മണത്ത രീതിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇവിടെ നമ്മുടെ ഹീറോയിൻ ആ റെൻ്റ് ഹൗസിൽ താമസിക്കുന്ന പയ്യനോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അവൻ ഇവളുടെ വിഷമം എന്താണെന്ന് തിരക്കുന്ന സമയത്ത് അവൾ നമ്മുടെ ഹീറോയുടെയും ആ മോഡൽ പെങ്കൊച്ചിൻ്റെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്തിട്ട്, ഇത് കണ്ടിട്ട് നിനക്ക് എന്താ തോന്നുന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അന്നേരം അവൻ, ഇതെന്താ, ഇതൊരു നോർമൽ ഫോട്ടോ, പ്രത്യേകിച്ച് വേറൊന്നും എനിക്ക് തോന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയല്ല, ഇവൻ എന്നോട് നുണ പറഞ്ഞിട്ട് ഇവളുടെ കൂടെ പോയേക്കുക. അവൻ പോകുന്ന ട്രിപ്പിൽ ഇവൾ കൂടെ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അവർ രണ്ടുപേരും കൂടെ നിന്നിട്ടുള്ള ഫോട്ടോയൊക്കെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. എനിക്കത് കണ്ടപ്പോൾ എന്തോ വല്ലാണ്ടായിപ്പോയി. അത് കാരണം എനിക്ക് എന്തോ മനസ്സിനൊരു സുഖമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അന്നേരം അവൻ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ആദ്യം നീ അവനോട് തന്നെ ചോദിക്കുക, അല്ലാതെ അതും ഓർത്തിങ്ങനെ വിഷമിച്ചിരുന്നിട്ടോ ഇതിനെ പറ്റിയിട്ട് എന്നോട് ചോദിച്ചിട്ടോ ഒരു കാര്യമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോയെ കാണിക്കുന്നുണ്ടായിരുന്നു. ആ മോഡൽ പെങ്കൊച്ച് പെട്ടെന്ന് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അവളുടെ അടുത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. അവളാണെങ്കിൽ ഇവിടെ ഫോട്ടോസ് എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. അതായത് ഇവളുടെ ഡ്രസ്സും കണ്ട് ഊരുന്നൊരു ഫോട്ടോ ആയിരുന്നു കേട്ടോ, അതെല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കരുതെന്ന് പറയുമ്പോഴും ഇവൾ എടുത്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഹീറോ ഇറങ്ങി വന്നിട്ട്, നിനക്ക് എന്താ വേണ്ടത്, എന്തിനാ നീ എൻ്റെ പുറകെ നടക്കുന്നത് ചോദിക്കുന്നുണ്ടായിരുന്നു. അന്നേരം അവൾ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അവന് ഓക്കെ പറഞ്ഞിട്ട് അവർ രണ്ടും കൂടെ സംസാരിക്കാനായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. അന്നേരം ഈ മോഡൽ പെങ്കൊച്ചാണെങ്കിൽ ഇവിടെ വേറൊരു പണി ഒപ്പിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഹീറോയുടെ കാറിൽ അവളുടെ എന്തോ ഒരു പ്രോഡക്റ്റിൻ്റെ കവർ എന്തോ എടുത്ത് ഉപേക്ഷിക്കുന്നുണ്ടായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഹീറോയും ഹീറോയിനും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവൾ അത് ചെയ്തിരുന്നത്. ഇവിടെ നമ്മുടെ ഹീറോയും ആ പ്രൊഡ്യൂസർ പെങ്കൊച്ചും കൂടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അന്നേരം അവൾ പറയുന്നുണ്ട്, എൻ്റെ മൂക്കിൽ ഞാൻ സർജറി നടത്തിയെന്നും അതിലെനിക്ക് നല്ലൊരു എമൗണ്ട് ചിലവായിട്ടുണ്ട്, നിനക്ക് പറ്റുമെങ്കിൽ നീ അതിനുള്ള കോമ്പൻസേഷൻ എനിക്ക് തരണം. അതല്ല എന്നുണ്ടെങ്കിൽ നീ ഇത്രയും പേരുടെ ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് എന്നോട് പരസ്യമായിട്ട് മാപ്പ് പറയണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഹീറോയ്ക്കാണെങ്കിൽ ഇതിന് രണ്ടിനും പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അവൾക്ക് കുറേ കൂടെ ദേഷ്യം വന്നിട്ട്, എങ്കിൽ നീ നിൻ്റെ ലൈഫിൽ ഇനി അനുഭവിക്കാനായിട്ട് കിടക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവൾ ആ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് കയറി നിന്നിട്ട് മയക്ക് മേടിച്ച് നമ്മുടെ ഹീറോയും ആ മോഡൽ പെങ്കൊച്ചിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവർ രണ്ടുപേരും ഒരു ആഡിൽ അഭിനയിച്ചിട്ടുണ്ട്, അതിപ്പോൾ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ് എന്നാണ് രീതിയിലാണ് ഇന്ന് ഈ പാർട്ടി ഇവിടെ നടത്തിയിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇവളെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നുള്ളത് നമ്മുടെ ഹീറോയ്ക്കും ആ മോഡൽ പെങ്കൊച്ചിനും മനസ്സിലായിട്ടില്ലായിരുന്നു. അവളെല്ലാം സംസാരിച്ച് കഴിഞ്ഞിട്ട് നേരെ ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് ഈ മോഡൽ പെങ്കൊച്ചിനെ നോക്കിയിട്ട്, ഞാനിപ്പോൾ ഈ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അല്ലേ, അതിന് തലയിൽ ആൾ താമസം വേണം, കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ വഴിയേ നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കിക്കൊള്ളുന്നൊക്കെ പറഞ്ഞിട്ടൊന്ന് മോനെ വെച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയാണെങ്കിൽ ഹീറോയിനെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ തിരികെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് ഹീറോ അവളോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ മുഖം കണ്ടാലറിയാം നിനക്ക് എന്തോ ഒരു വിഷമമുണ്ടെന്ന്. കാര്യം എന്താണെന്ന് തിരക്കുമ്പോൾ അവൾ ഈ കാര്യം പറയുന്നുണ്ടായിരുന്നു. നീയും അവൾ ഒന്നിച്ചാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് ഇത്രയും സങ്കടം വരത്തില്ലായിരുന്നു, ഞാൻ ഓക്കെ പറയുമായിരുന്നു. പക്ഷെ നീ എന്തിനാ എന്നോട് നുണ പറഞ്ഞിട്ട് അവളുടെ കൂടെ പോയെന്ന് ചോദിക്കുമ്പോൾ,
ഓ, അതാണോ നിൻ്റെ വിഷമത്തിൻ്റെ റീസൺ? നീ ഒരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് പോലും അറിയത്തില്ലായിരുന്നു അവൾ വരുന്നുണ്ടെന്നുള്ള കാര്യം. വന്നതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ അവൾ ആ ഫോട്ടോയൊക്കെ എടുത്തത് നിന്നെ ഒന്ന് വിഷമിപ്പിക്കാൻ കരുതി തന്നെയാണ്. അത് നീ ഒന്ന് മനസ്സിലാക്ക്. ഞാനും അവളും തമ്മിൽ ഒരു ബന്ധവുമില്ല. അവൾ വരുന്ന കാര്യം പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അവൾ വരുന്നതിന് ഞാൻ തന്നെ നിന്നോട് കള്ളം പറയുന്നൊക്കെ പറഞ്ഞിട്ട് അവൾ എന്തായാലും ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. അന്നേരം നമ്മുടെ ഹീറോയിനോടൊരു കാര്യം പറയുന്നുണ്ട്. എന്ത് കാര്യം തന്നെയായിരുന്നിരുന്നാലും നീ എന്നോട് ഒരിക്കലും നുണ പറയരുത്. എത്ര തന്നെയായിരുന്നാലും സത്യസന്ധമായിട്ട് തന്നെ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേറെ ഒരു പ്രശ്നമില്ലെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഹീറോയുടെ വീട്ടിലേക്ക് ഹീറോയിൻ വരുന്നുണ്ട് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട്. പക്ഷെ അവിടേക്ക് വരുന്ന സമയത്ത് അവൻ അതുവരെയും വീട്ടിലേക്ക് എത്തിയിട്ടില്ലായിരുന്നു. വന്നവിടെ കണ്ണാടി നോക്കിയിട്ട് പല പോസിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു. കാര്യം വേറൊന്നുമല്ല, ആ മോഡൽ പെങ്കൊച്ച് പറഞ്ഞല്ലോ ഇവൻ ഇവിടെ സ്നേഹിക്കണമെങ്കിൽ കുറച്ച് സെക്സി ലുക്കിലൊക്കെ നടക്കണമെന്ന്. അങ്ങനത്തെ രീതിയിലൊക്കെ അവളിങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒന്നും അവൾക്ക് ചേർന്നതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് അവളുടെ മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് നമുക്കിതൊന്നും ചേർത്തില്ല എന്ന് പറഞ്ഞിട്ട് കണ്ണാടി നോക്കിയിട്ട് ക്യൂട്ടായിട്ടൊന്നും ചിരിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് കാണാനായിരുന്നു ഭംഗി കൂടുതൽ. അത് കഴിഞ്ഞിട്ട് അവളിങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ മോഡൽ പെങ്കുച്ച് നമ്മുടെ ഹീറോയിനെ വിളിക്കുന്നുണ്ടായിരുന്നു. ഹീറോയിന് കോൾ എടുക്കാൻ ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാലും കോൾ എടുക്കുന്ന സമയത്ത് ഇതുവരെ എൻ്റെ ബേബി അവിടെ എത്തിയിട്ടില്ല എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഹീറോയിന് അത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും അവൾ മറുപടി പറയുന്നുണ്ട് അവൻ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല എന്ന്. അന്നേരം അവൻ കാറ് ചിലപ്പോൾ വാഷ് ചെയ്യാനായിട്ട് കൊണ്ടുപോയതായിരിക്കും, വേറെ ഒന്നുമല്ല. ഇന്നലെ കാറ് ഫുള്ള് മെസ്സി ആയിരുന്നു, ഞാനും ഉണ്ടായിരുന്നല്ലോ. അത് കാരണം അവൻ എന്തായാലും കാറ് വാഷ് ചെയ്തിട്ടായിരിക്കും വീട്ടിലേക്ക് വരുന്നത്, അതുകൊണ്ട് ഇത്ര ലേറ്റ് ആവുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. ഹീറോയിന് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. പെട്ടെന്ന് വെച്ചിട്ട് നീ എന്നാ ഇതൊക്കെ എന്നോട് ഇങ്ങനെ പറയുന്നത്? എനിക്കറിയാം നിനക്ക് എന്നെ എങ്ങനെയെങ്കിലും ദേഷ്യം പിടിപ്പിക്കാനും ഞങ്ങൾ തമ്മിൽ പിരിയാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ പറയുന്നുള്ളത്. അത് കാരണം ഞാനിതൊന്നും വിശ്വസിക്കാൻ പോകത്തില്ല എന്ന് പറയുമ്പോൾ അവൾ പെട്ടെന്ന് നിനക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നീ അവൻ്റെ കാറിൽ പോയി തിരഞ്ഞു നോക്ക്, എന്തെങ്കിലും ഒരു സാധനം എൻ്റേതായിട്ട് കിട്ടാതിരിക്കില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. കോള് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഹീറോയിനെ ആലോചിക്കുന്നുണ്ട്. ഞാൻ അവനെ സംശയിക്കുന്നില്ല, പക്ഷെ അവൾ പറയുന്നില്ല എന്താ പോയി കാറിൽ നോക്കണം എന്ന് എൻ്റെ മനസ്സിങ്ങനെ പറയുന്നത് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ഹീറോ വരുന്നുണ്ടായിരുന്നു. അവൾ താഴേക്ക് പോയിട്ട് ഹീറോയെ പെട്ടെന്ന് ഹഗ് ചെയ്തിട്ട് അവൻ്റെ പോക്കറ്റിൽ ഇങ്ങനെ തപ്പുന്നുണ്ടായിരുന്നു. അന്നേരം അവൻ നീ എന്തായി നോക്കുന്നതെന്ന് പറയുമ്പോൾ ഒന്നുമില്ല ഞാൻ ചുമ്മാ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ സാധനം നീ മേടിച്ചോണ്ടെന്ന് ചോദിക്കുമ്പോൾ ആ ഡിക്കിയിലുണ്ട് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ അത് എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ കാറിൽ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അന്നേരം അവൻ എന്താ ഈ നോക്കുന്നതെന്ന് പറയുമ്പോൾ ഒന്നുമില്ല നീ കാറ് വാഷ് ചെയ്തോ, എന്തോ ഒരു തിളക്കം പോലെ ഫീൽ ചെയ്യുന്നു, അതുകൊണ്ട് ചോദിച്ചാന്ന് പറയുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ പിന്നെ കാറ് വാഷ് ചെയ്യുക അതൊന്നും ഞാൻ പോയിട്ടില്ല, ഞാൻ നല്ല ടയർഡാണ്, എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടി നേരെ മുകളിലേക്ക് പോകുമ്പോൾ അവൾ പെട്ടെന്ന് അയ്യോ എൻ്റെ ലിപ്സ്റ്റിക്ക് ഞാൻ എൻ്റെ കാറിൽ വെച്ച് മറന്നു എന്ന് എനിക്ക് തോന്നുന്നു, അതൊന്നും എനിക്ക് നോക്കണം, അത് കാരണം നീ കീതാ ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറയുമ്പോൾ അവനും കൂടെ വരാമെന്ന് അവൻ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യമില്ല, നീ പോയി റെസ്റ്റ് എടുക്കുക, ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇവൾ നേരെ കാറിലേക്ക് പോയിട്ട് ആ മോഡൽ പെങ്കൊച്ച് പറഞ്ഞ സാധനം എന്തെങ്കിലും അവിടെ ഉണ്ടോ എന്നുള്ള ആരും നോക്കുന്നുണ്ടായിരുന്നു. ഫുള്ള് സെർച്ച് ചെയ്ത് ലാസ്റ്റ് ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കുമായിരുന്നു ഡോറിൻ്റെ ഉള്ളിൽ അവൾ യൂസ് ചെയ്തിട്ട് എന്തോ ഒരു പ്രോഡക്റ്റിൻ്റെ കവർ ഇരിക്കുന്ന അവൾ കാണുന്നത്. അപ്പോൾ തന്നെ അവൾക്കത് മനസ്സിലാവുന്നുണ്ട് അത് അവളുടെയാണെന്നുള്ളത്. ഇതുകൂടെ കാണുമ്പോൾ അവൾക്ക് സംശയം ചെറിയ രീതിയിൽ ഇരട്ടിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ആ കാറിൽ നിന്ന് കിട്ടിയ സാധനം എടുത്തിട്ട് നേരെ അവൾ നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. മുഖം നല്ല വീർപ്പിച്ച് വെച്ചുകൊണ്ടായിരുന്നു പോയിരുന്നത്. പോയപ്പോടെ അവൻ്റെ അടുത്ത് നല്ലപോലെ ദേഷ്യപ്പെട്ടിട്ട് നീ എന്നോട് എന്താ പറഞ്ഞത്, അവൾ നിൻ്റെ കൂടെ വന്നതേ ഉള്ളൂ, അവളുടെ നിർബന്ധപ്രകാരമാണ് ഫോട്ടോ എടുക്കുന്നതൊക്കെയല്ലേ, പിന്നെ എങ്ങനെ അവളുടെ ഈ സാധനം കാറിനകത്ത് വരുന്നതെന്ന് പറഞ്ഞിട്ട് അവൾ നല്ല രീതിയിൽ ഷൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. മാത്രമല്ല അവൻ ഇവളോട് കള്ളം പറഞ്ഞു എന്നുള്ള രീതിയിൽ അവൾക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്ന് കരയുന്നുണ്ടായിരുന്നു. ഹീറോ ആണെങ്കിൽ നിന്നെ ഞാൻ എങ്ങനെ പറഞ്ഞാൽ വിശ്വസിപ്പിക്കുന്നത്, അവളെ ഇതെല്ലാം ചെയ്തത് അത് നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ്, അത് നീ ഒന്ന് മനസ്സിലാക്കുമെന്ന് പറയുമ്പോൾ അവൾ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ നേരെ സോഫയിലേക്ക് വന്നിരിക്കുന്നുണ്ടായിരുന്നു. ഹീറോ സമാധാനത്തിൽ അവളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് പറഞ്ഞിട്ട് നേരെ സോഫയിലേക്ക് വന്നിരുന്നിട്ട് നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനും അവളും തമ്മിൽ ഒരു ബന്ധവുമില്ല, ഇങ്ങനെ ആഡിൽ അഭിനയിക്കുന്നത് കൊണ്ട് ഒരുമിച്ച് നിൽക്കേണ്ടി വരുന്നത് മാത്രമെന്ന് പറയുമ്പോൾ അവളാണെങ്കിൽ ഞാൻ എന്നൊരു കാര്യം ചോദിക്കാം, നിങ്ങൾ തമ്മിൽ മുന്നേ റിലേഷനിലായിരുന്നല്ലോ, അതെങ്കിലും നീ സത്യം പറയാൻ ചോദിക്കുമ്പോൾ അങ്ങനെ റിലേഷനിലാണ് എന്ന് പറയാൻ പോലും അതൊന്നുമില്ല, ഒരു 2-3 ആഴ്ചയുള്ള റിലേഷനായിരുന്നു. പക്ഷേ അവളുടെ ക്യാരക്ടർ അതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിനുശേഷം ഇന്നേ വരെ ഞാൻ അവളോട് സംസാരിക്കണമെന്നൊന്നും ആഗ്രഹിച്ചിട്ട് പോലുമില്ല. ഞാൻ അതിനുശേഷം സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്നെ മാത്രമാണ്. ഇപ്പോഴും എന്നും ഇനി ആത്മാർത്ഥതയോട് ഞാൻ സ്നേഹിക്കുന്നത് അത് നിന്നെ മാത്രമായിരിക്കും, നീ എന്നൊന്ന് വിശ്വസിക്കുന്ന പറഞ്ഞിട്ട് അവൻ ഒരുപാട് അവളെ കാല് പിടിക്കുന്ന പോലെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഹീറോയിനാണെങ്കിൽ അവനെ കാണുമ്പോൾ ഒരു സഹതാപം തോന്നിയിട്ട് മനസ്സിൽ അവളിങ്ങനെ പറയുന്നുണ്ട്, അവനോട് കള്ളമല്ല പറയുന്ന, അവൻ്റെ കണ്ണുകളിലൂടെ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വെച്ചിട്ട് അടുത്തൊരു ബോംബ് കൂടെ ഹീറോ പറയുന്നുണ്ടായിരുന്നു. നാളെ ഇനി അവളുടെ കൂടെ ഒരു ആഡിൽ അഭിനയിക്കാനുള്ളതെന്ന് പറയുമ്പോൾ ഹീറോയിന് ദേഷ്യം വന്നിട്ട് പിന്നെയോ ഇതുവരെ തീർന്നില്ലെന്ന് പറഞ്ഞ് അവൾ സോഫയിലേക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വെച്ചിട്ട് അവൻ നീ വേണമെങ്കിൽ എൻ്റെ കൂടെ വാന്ന് പറയുമ്പോൾ ഇനി അതുകൂടെ എനിക്ക് കാണാനായിട്ട് വയ്യ, ഞാനൊന്നും വരുന്നില്ല, നിൻ്റെ വർക്ക് കാര്യങ്ങൾ നടക്കട്ടെ, അതിലൊന്നിലും ഞാൻ ഇടപെടുന്നില്ല, എന്തായാലും പോയി അഭിനയിച്ചിട്ട് വാന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഹീറോ അവളെ ഏകദേശം ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് അവൻ കുളിക്കാനായിട്ട് ബാത്റൂമിലേക്ക് കയറുന്ന സമയത്ത് അവൻ്റെ മനസ്സാകെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. കാരണം വേറൊന്നുമല്ല, അവൻ്റെ അനിയത്തിയെക്കുറിച്ച് ആലോചിച്ചിട്ടായിരുന്നു. അവനിങ്ങനെ കണ്ണടിച്ച് കിടക്കുമ്പോഴത്തേക്കും അവൻ്റെ അനിയത്തിക്ക് എന്തോ ഒരു ആപത്ത് വന്നിട്ട് അവനിങ്ങനെ ആരും അടിക്കുന്ന പോലെയൊക്കെ കാണുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വെച്ചിട്ട് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അവൻ കിടക്കുന്ന ആ ബാത്ത് ടബിൽ കിടക്കുന്ന വെള്ളം ഫുള്ള് ബ്ലഡ് പോലെയായിരുന്നു തോന്നിയിരുന്നത്. അവൻ ആകെ പേടിച്ച് വിറച്ച് മിററിലേക്ക് നോക്കുന്ന സമയത്ത്
അതൊരു നോർമൽ വാട്ടറായിട്ട് അവൻ കാണുന്നുണ്ടായിരുന്നു. അവൻ ആകെ മൊത്തത്തിലൊരു ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയായിരുന്നു. പിറ്റേ ദിവസം എന്തായാലും അവൻ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകുന്നുണ്ട്. ആ മോഡൽ പെങ്കൊച്ചുമായിട്ട് നല്ല രീതിയിലായിട്ട് കുറച്ച് ഇഴുകി ചേർന്നൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോയിന് വീട്ടിലിരുന്നിട്ട് ഇരിക്കപ്പുറത്തി ഇല്ലാതെ നമ്മുടെ ഹീറോയോട് പറയാതെ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആരും കാണാതെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ മോഡൽ പെങ്കൊച്ച് നമ്മുടെ ഹീറോയോട് വല്ലാത്ത രീതിയിൽ അടുത്ത് പെരുമാറുന്നുണ്ടായിരുന്നു. ഇതവൾക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ അവൾ അവിടെ നിന്ന് പോകാനായിട്ട് തിരിയുമ്പോഴായിരുന്നു പുറകിൽ നിന്ന് ഒരു പെൺകുട്ടിയാണെങ്കിൽ കുറച്ച് കപ്പിൽ ടീ ഒക്കെ കൊണ്ടുവന്നിരുന്നത്. അത് നമ്മുടെ ഹീറോയിൻ്റെ കൈതിട്ട് താഴെ വീഴുന്നുണ്ടായിരുന്നു. അവളിങ്ങനെ സോറി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ നിൽക്കുന്ന സമയത്തായിരുന്നു ഇതിൻ്റെ ഒച്ച കേട്ടിട്ട് ഹീറോ അവിടേക്ക് വന്നിരുന്നത്. വന്നപാടെ നീ എന്താ എന്നോട് പറയാതെ വന്നത്, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ഞാൻ വെറുതെ ജസ്റ്റ് ഇതുവഴി പോയപ്പോൾ കയറിയതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. കൊള്ളാം, എനിക്ക് മനസ്സിലായി, നീ എന്നെ കാണാൻ വേണ്ടി തന്നെ എവിടേക്ക് വന്നതെന്ന് പറഞ്ഞിട്ട് അവൾ ഒരുമാതിരി കളിയാക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അവൾ വന്ന സ്ഥിതിക്ക് അവളുടെ കൂടെ പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നീ കുറച്ച് സമയം വെയിറ്റ് ചെയ്യും, ഞാനൊന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരട്ടെ, എന്തായാലും ഷൂട്ടിംഗ് കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് അവളൊന്ന് ആശ്വസിക്കാൻ കരുതിയിട്ട് കുറേ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അവൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് പോകുമ്പോൾ നമ്മുടെ ഹീറോയിൻ നേരെ വാഷ്റൂമിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ കറക്റ്റായിട്ട് ആ മോഡൽ പെങ്കൊച്ചും കയറി വരുന്നുണ്ടായിരുന്നു. വന്നപാടെ നിൻ്റെ മുഖം കണ്ടാലറിയാം നീ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടുണ്ടെന്ന്, എന്തിനാണ് നിനക്ക് വിഷമം വന്നത്, ഞാൻ അവനോട് എങ്ങനെയൊക്കെ അഭിനയിച്ചത് കൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിനാണെങ്കിൽ നീ എൻ്റെ മുഖം നല്ല പോലെ ഒന്ന് നോക്കിയിട്ട് പറയും ഞാൻ കരഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്, അല്ലാതെ വെറുതെ ഓരോന്ന് വിളിച്ച് പറയരുതെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ നിൻ്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ നീ കരഞ്ഞതെന്ന് ഈ മോഡൽ പെങ്കൊച്ച് പറയുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യത്തെക്കുറിച്ചൊന്നും നീ സംസാരിക്കേണ്ട ആവശ്യമില്ല. എന്നെ അവനെ തെറ്റിക്കാനായിട്ട് നിനക്ക് ഈ ജന്മം സാധിക്കത്തില്ല. ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിഞ്ഞിട്ട് നല്ലൊരു ജീവിതം നയിക്കുന്നത് നീ ഇന്നല്ലെങ്കിൽ നാളെ കാണേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് ഇവളെ പിരികേറ്റി വിടുന്നുണ്ടായിരുന്നു. ഇവൾക്കിത് കേൾക്കുമ്പോൾ നല്ലപോലെ ദേഷ്യം വന്നിട്ട് നീ എന്താ വിചാരിക്കുന്നത്, നീ അവനെ ഒരുമിച്ച് ജീവിക്കുമെന്നാണോ? അവൻ്റെ റിലേഷൻ അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ അവനോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നീ വെറുതെ ഇനി അതും പറഞ്ഞതിനെ ബ്ലാക്ക്മെയിൽ ചെയ്യേണ്ട നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ടായിരുന്നു. ഇതിലൊന്നിലും ഹീറോയിൻ വീഴുന്നതാണെന്ന് കാണുമ്പോൾ നീ നോക്കിക്കോ, അവൻ എപ്പോഴായിരുന്നാലും എൻ്റെ അടുത്തേക്ക് വരുമെന്ന് പറയുമ്പോൾ തന്നെ ഹീറോയിന് ദേഷ്യം വന്നിട്ട് അവളുടെ കവിളിലേക്ക് കയറ്റി പിടിച്ചിട്ട് ചോരോട് ചേർത്ത് നിർത്തിയിട്ട് നീ ഇനി ഇതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ കൊന്നുകളയും, അതല്ല എന്നുണ്ടെങ്കിൽ ഈ വാഷ്റൂമിൽ കൊണ്ടുപോയി തന്നെ ഞാൻ നിന്നെ കുറച്ച് വീഡിയോസ് എടുക്കും, എന്നിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ട് പറയും മറ്റുള്ളവരുടെ ബോയ് ഫ്രണ്ടിനെ ആഗ്രഹിക്കുന്നതാണ് നിൻ്റെ മെയിൻ തൊഴിലെന്ന് പറഞ്ഞിട്ട് നിൻ്റെ ഈ കരിയർ മൊത്തം ഞാൻ അവസാനിപ്പിക്കുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ഭയങ്കരമായിട്ട് ഡയലോഗൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് കൈയെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ മോഡൽ പെങ്കൊച്ച് ഉടനെ നീ എന്താ വിചാരിച്ചത്, അവനെ ഒരിക്കലും എനിക്ക് സ്വന്തമാക്കാൻ പറ്റത്തില്ലാന്നോ, നീ നോക്കിക്കോ, ഇതെൻ്റെ വാശിയാണ്, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളെല്ലാം അവൻ എന്നിലേക്ക് അടുപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും, ലാസ്റ്റ് അവൻ എൻ്റെ അടുത്തേക്ക് തന്നെ വരുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. ഹീറോയിനകത്ത് ദേഷ്യം വന്നിട്ട് അവിടെ കിടന്ന് അലറി വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. നീ ഇത്രയും സമയത്ത് എവിടെ പോയതാന്ന് ചോദിക്കുമ്പോൾ ഞാൻ വാഷ്റൂമിലായിരുന്നുവെന്നും അവൾ എന്നെ കാണാനായിട്ട് അവിടെ വന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. ഹീറോ പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ, അവൾ നിന്നോട് എന്തെങ്കിലും വേറെ രീതിയിൽ പെരുമാറിയെന്ന് ചോദിക്കുമ്പോൾ അവൾ എന്നെ ഒന്നും പറഞ്ഞില്ല, ഞാൻ നല്ലതുപോലെ പറഞ്ഞു വെച്ച് കൊടുത്തിട്ടുണ്ട്, വേറെ ഒന്നുമല്ല, ഇനി മേലിൽ ഞങ്ങൾ തമ്മിൽ പിരിക്കാനായിട്ട് ശ്രമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടെന്ന് പറയുമ്പോൾ ഹീറോയ്ക്ക് ഇത് കേൾക്കുമ്പോൾ ചിരി വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൻ അവളോട് ഞാൻ നിന്നോടൊരു കാര്യം പറയാം, ഇനി എന്തൊരു കാര്യം വന്നിരുന്നാലും നീ എന്നെ ഒരിക്കലും സംശയിക്കരുത്, ഞാനും നിന്നെ വേറൊരു രീതിയിൽ സംശയിക്കില്ല, നീ എനിക്ക് പ്രോമിസ് തരാൻ പറയുമ്പോഴത്തേക്കും അവൾ പ്രോമിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അന്നേരം അവൻ എങ്കിൽ വാ നമുക്ക് എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് കുറച്ച് നല്ല ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ലേഡി വന്നിട്ട് നിങ്ങൾക്കിപ്പോൾ ഒരു മീറ്റിംഗ് നടക്കാൻ പോകുന്നുണ്ടെന്നും നിങ്ങൾക്ക് ഒരു ഓഫർ കിട്ടിയിട്ടുണ്ട്, സിംഗപ്പൂരിലാണ്, സോ നിങ്ങൾ അവിടെ ഒരു ആഡ് അഭിനയിക്കാനായിട്ട് പോകേണ്ടി വരുമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ഹീറോയിൽ ഒരുപാട് സന്തോഷം വരുന്നുണ്ടായിരുന്നു. ഹീറോ തിരിഞ്ഞു നിന്നിട്ട് നീ അതിന് ഓക്കെ ആണോ, ഞാൻ പോകുന്നതുകൊണ്ട് നിനക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കെന്ത് പ്രശ്നമാണ്, നിൻ്റെ കരിയറിൽ നല്ലൊരു അവസരമല്ലേ നിനക്ക് കിട്ടിയിരിക്കുന്നത്, അത് കാരണം എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, നീ പോയാൽ നിനക്കൊരു വലിയ ഇൻ്റർനാഷണൽ മോഡൽ ആവാനായിട്ട് സാധിക്കും, അത് കാരണം നീ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കണം, നീ സിംഗപ്പൂരിൽ പോയേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും അവൻ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ പുറമേ നിന്ന് അവനിങ്ങനെ കാണുന്നുണ്ടായിരുന്നു. ഈ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അതിനുള്ളിൽ ഈ ആഡിൻ്റെ പ്രൊഡ്യൂസറും മറ്റു കാര്യങ്ങളുള്ള ആൾക്കാരെല്ലാവരും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിൻ അതെല്ലാം കണ്ട് പുറത്ത് നിൽക്കുന്ന സമയത്ത് പുറത്ത് കൂടെ വരുന്ന വേറൊരാൾ അവളെ വന്നിങ്ങനെ തട്ടുന്നുണ്ടായിരുന്നു. വേറെ ആരുമല്ല, ആ പ്രൊഡ്യൂസർ പെങ്കൊച്ചായിരുന്നു വന്നിരുന്നത്. വന്നപാടെ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, നീ ഇപ്പോൾ അവൻ്റെ മാനേജറല്ലോ, പിന്നെ എന്തിനാ അവൻ്റെ പുറകെ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ വെറുതെ പോയപ്പോഴത്തേക്കും അവൻ എന്നെ ഒന്ന് വിളിച്ചായിരുന്നു, അതുകൊണ്ട് ഇങ്ങോട്ടൊന്ന് കയറിയെന്ന് പറയുന്നുണ്ടായിരുന്നു. അന്നേരം അവൾ ഇവൻ്റെ ക്യാരക്ടർ ഒരു വല്ലാത്ത ക്യാരക്ടർ തന്നെയാണ്, ഇന്നലെ മറ്റേ പെങ്കൊച്ചിൻ്റെ കൂടെ, ഇന്ന് നിൻ്റെ കൂടെ, ശരിക്കും നിങ്ങൾ രണ്ടുപേരിൽ ആരെയും അവൻ സ്നേഹിക്കുന്നതൊക്കെ ചോദിച്ചിട്ട് വല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ അവൻ എന്നോട് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അതിലിപ്പോൾ എന്താ പറയാനിരിക്കുന്നത്, അവനിങ്ങനെ ഒരു ഫംഗ്ഷന് പോയി അത് കഴിഞ്ഞ് തിരിച്ച് വന്നു, പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നി ഇതൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന്, അതെന്തായാലും നീ ഒരിക്കലും അറിയില്ല, അവനതൊരിക്കലും എന്നോട് പറയത്തുമില്ല,
എന്തായാലും എൻ്റെ വായിൽ നിന്ന് നീ അത് അറിയണ്ട. അറിഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ഈ പാവം പോലെ ഇരിക്കുന്ന മനസ്സ് തകർന്നു പോകത്തില്ലെന്ന് പറഞ്ഞിട്ട് ഒരുപാട് അവളെ ഇങ്ങനെ കുത്തുന്നുണ്ടായിരുന്നു. എന്നിട്ട് നീ നോക്കിക്കോ, ലാസ്റ്റ് നീ ഒരുപാട് വിഷമിക്കേണ്ടി വരും അവൻ കാരണം. അവൻ്റെ ക്യാരക്ടറൊന്നും അത്ര നല്ലതല്ല. അതൊക്കെ ഇത്രയും വർഷം അവൻ്റെ കൂടെ വർക്ക് ചെയ്തവർക്ക് അറിയത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും നമ്മുടെ ഹീറോയെക്കുറിച്ച് ഒരുമാതിരി കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ഹീറോയിന് എന്ത് തീരുമാനം എടുക്കണം, എന്തൊക്കെ ഈ സംഭവിക്കുന്ന അറിയാത്ത പാട് നിൽക്കുന്നുണ്ടായിരുന്നു. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും കൂടെ പുറത്തൊരു കോഫി ഷോപ്പിലിരിക്കുന്ന സമയത്ത് ഹീറോയിൻ്റെ മനസ്സ് മുഴുവൻ അവൾ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. പെട്ടെന്ന് വെച്ചിട്ട് ഹീറോ ആണെങ്കിൽ നീ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നു ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ഞാനിങ്ങനെ അവിടെ നിന്ന സമയത്ത് ആ പ്രൊഡ്യൂസർ പെങ്കൊച്ച് വന്നു എന്നും വെറുതെ ജസ്റ്റ് കണ്ട് സംസാരിച്ചു, അതിങ്ങനെ ആലോചിച്ചാന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൻ നീ ഓക്കെ ആണോ, ഞാൻ സിംഗപ്പൂർ പോകുന്നതുകൊണ്ട് നിനക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കെന്ത് പ്രശ്നമാണ്, ഞാൻ പറഞ്ഞില്ലേ നീ വലിയൊരു മോഡലാവാൻ പോവല്ലേ, അതിലേക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, നീ സന്തോഷമായിട്ട് പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അവൾ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സിംഗപ്പൂറാണ് കാണിക്കുന്നത്. അവൻ ആ ആഡിൽ അഭിനയിക്കുന്നത് മറ്റേ പെൺകുട്ടിയുടെ കൂടെ തന്നെയായിരുന്നു, അതായത് ആ മോഡൽ പെങ്കൊച്ചിൻ്റെ കൂടെ. എന്നാലും ആഡൊക്കെ മനോഹരമായിട്ട് അവൻ അഭിനയിക്കുന്നുണ്ടായിരുന്നു. തിരിച്ചവൻ റൂമിലേക്ക് വരുന്ന സമയത്ത് പതിവ് പോലെ അവൻ കിടന്നുറങ്ങിയിട്ട് പഴയ സ്വപ്നങ്ങൾ കാണുന്നുണ്ടായിരുന്നു. അത് കണ്ട് അവൻ ഞെട്ടി ഉണരുന്നുണ്ടായിരുന്നു. എന്തിനാ അവനിങ്ങനെ ഇത് ഇടയ്ക്കിടയ്ക്ക് കാണുന്നതെന്നും ഇതിൻ്റെ പുറകിൽ എന്ത് സ്റ്റോറിയുള്ളതെന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡ്സിൽ നിന്ന് കാണാം. എന്തായാലും അതോടുകൂടെ ഈ എപ്പിസോഡ് കഴിയുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് കാണാം. ടാറ്റാ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡബിങ് കാർണിവൽ. അപ്പം നമ്മൾ ഈ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡാണ് കാണാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടിനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ ആ റെൻ്റ് ഹൗസിൽ താമസിക്കുന്ന പയ്യൻ്റെ സൂപ്പർ മാർക്കറ്റിൽ നിന്നിട്ട് കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ട് അത് ബില്ല് പേ ചെയ്യാനായിട്ട് വരുമ്പോൾ അവിടെ ജോലിക്ക് നിൽക്കുന്ന വേറൊരു പയ്യനായിരുന്നു എന്നിരുന്നത്. അപ്പോൾ അവനോട് ഈ റെൻ്റ് ഹൗസിൽ താമസിക്കുന്ന പയ്യൻ എവിടെയും ചോദിക്കുമ്പോൾ അവനിപ്പോൾ പുറത്ത് പോയതേ ഉള്ളൂ എന്നും കുറച്ച് കഴിയുമ്പോൾ എത്തുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അന്നേരം അവൻ ഇവളോട് ചോദിക്കുന്നുണ്ട്, മാഡം പുതിയ റിലേഷനൊക്കെ എന്തായി? ഞാൻ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു. എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ വഴക്കായോ? അല്ല, ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ ചോദിച്ചതാ, മുഖത്ത് കണ്ടാലറിയാം എന്തോ ഒരു വിഷമമുള്ളതായിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാകെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നമ്മുടെ ഹീറോയിനെ കുഴപ്പിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അവൻ ചോദിച്ചതിനൊക്കെ ആൻസർ പറഞ്ഞിട്ട് ഹീറോയിൻ ബിൽ പേ ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു. അവൾ അങ്ങോട്ട് ഇറങ്ങുന്നതും ടേബിളിനടിയിൽ നിന്നിട്ട് ആ റെൻ്റ് ഹൗസിൽ താമസിക്കുന്ന പയ്യനെ നീറ്റ് വന്നിട്ട് നിന്നോട് ആരാ ഇതൊക്കെ അവളോട് ചോദിക്കാൻ പറഞ്ഞത്, ഞാൻ കാര്യം പറഞ്ഞെന്ന് വെച്ചിട്ട് അധികം അങ്ങോട്ട് അലമ്പാക്കരുതെന്ന് പറഞ്ഞിട്ട് അവന് വഴക്ക് പറയുന്നുണ്ടായിരുന്നു. അന്നേരം അവൻ നീ എന്തിനാ കയറി ഒളിച്ചിരുന്നത്, അതുകൊണ്ടല്ലേ അവളുടെ വിഷമം എന്താണെന്ന് അറിയാനായിട്ട് ഞാൻ ചോദിക്കേണ്ടി വന്നത്. അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോയും ആ മോഡൽ പെങ്കൊച്ചിനെയാണ് കാണിക്കുന്നത്. അവരിങ്ങനെ കാറിലിരുന്നിട്ട് അവൾ കുറച്ച് ക്ലോസ് ആയിട്ട് നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഹീറോ അന്നേരം അവളോട് പറയുന്നുണ്ട്, നീ നിന്നെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാനല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ, അതിന് നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിന്നെ ഒരിക്കലും മറക്കാനായിട്ട് പറ്റത്തില്ല എന്നും അത്രയധികം ഞാൻ നിന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കുറേ ഡയലോഗൊക്കെ അടിച്ച് അവളുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ വളരെ വിഷമത്തിലിങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ. അന്നേരം ആ റെൻ്റ് ഹൗസിൽ താമസിക്കുന്ന പയ്യൻ ഇവിടെ വിഷമം എന്താണെന്ന് അറിയാനായിട്ട് അവളുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. വന്നിരുന്നിട്ട് നീ എന്താ ഇവിടെ എടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ഫുഡൊക്കെ കഴിച്ചിരിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ല, കുറച്ച് മുന്നേ ഞാൻ അവിടെ വന്നപ്പോൾ നീ അവിടെ ഇല്ലായിരുന്നല്ലോ, എവിടെ പോകും ചോദിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയതെന്ന് അവൻ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും നമ്മുടെ ഹീറോയും ആ മോഡൽ പെങ്കൊച്ചിനെയാണ് കാണിക്കുന്നത്. അവൾ കുറച്ച് ക്ലോസ് ആയിട്ട് അടുത്തേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് അവിടേക്ക് ഒരു കാറ് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ആ കാറിൽ നിന്ന് ഇറങ്ങിയത് വേറെ ആരുമല്ല, ആ പ്രൊഡ്യൂസർ പെങ്കൊച്ചില്ലേ, അതായത് ആ മൂക്കിലിട്ട് ഇടി പറ്റിയ പെൺകുട്ടി, അവളായിരുന്നു വന്ന് ഇറങ്ങിയിരുന്നത്. അത് കണ്ടപാടെ നമ്മുടെ ഹീറോയും ആ മോഡൽ പെങ്കൊച്ചും എന്തോ ഒരു അപകടമാണെന്ന രീതിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇവിടെ നമ്മുടെ ഹീറോയിൻ ആ റെൻ്റ് ഹൗസിൽ താമസിക്കുന്ന പയ്യനോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അവൻ ഇവളുടെ വിഷമം എന്താണെന്ന് തിരക്കുന്ന സമയത്ത് അവൾ നമ്മുടെ ഹീറോയുടെയും ആ മോഡൽ പെങ്കൊച്ചിൻ്റെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് ഇത് കണ്ടിട്ട് നിനക്ക് എന്താ തോന്നുന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അന്നേരം അവൻ ഇതൊരു നോർമൽ ഫോട്ടോ, പ്രത്യേകിച്ച് വേറൊന്നും എനിക്ക് തോന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയല്ല, ഇവൻ എന്നോട് നുണ പറഞ്ഞിട്ട് ഇവളുടെ കൂടെ പോയേക്കുക, അവൻ പോകുന്ന ട്രിപ്പിൽ ഇവള് കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അവർ രണ്ടുപേരും കൂടെ നിന്നിട്ടുള്ള ഫോട്ടോയൊക്കെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. എനിക്കത് കണ്ടപ്പോൾ എന്തോ വല്ലാണ്ടായിപ്പോയി, അത് കാരണം എനിക്ക് എന്തോ മനസ്സിനൊരു സുഖമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അന്നേരം അവൻ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ആദ്യം നീ അവനോട് തന്നെ ചോദിക്കുക, അല്ലാതെ അതും ഓർത്തിങ്ങനെ വിഷമിച്ചിരുന്നിട്ടോ ഇതിനെ പറ്റിയിട്ട് എന്നോട് ചോദിച്ചിട്ടോ ഒരു കാര്യമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോയെ കാണിക്കുന്നുണ്ടായിരുന്നു. ആ മോഡൽ പെങ്കൊച്ച് പെട്ടെന്ന് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അവളുടെ അടുത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. അവളാണെങ്കിൽ ഇവിടെ ഫോട്ടോസ് എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. അതായത് ഇവളുടെ ഡ്രസ്സും കണ്ട് ഊരുന്നൊരു ഫോട്ടോ ആയിരുന്നു കേട്ടോ, അതെല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കരുതെന്ന് പറയുമ്പോഴും ഇവൾ എടുത്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഹീറോ ഇറങ്ങി വന്നിട്ട് നിനക്ക് എന്താ വേണ്ടത്, എന്തിനാ നീ എൻ്റെ പുറകെ നടക്കുന്നത് ചോദിക്കുന്നുണ്ടായിരുന്നു. അന്നേരം അവൾ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അവന് മോക്കിയെ പറഞ്ഞിട്ട് അവർ രണ്ടും കൂടെ സംസാരിക്കാനായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. അന്നേരം ഈ മോഡൽ പെങ്കൊച്ചാണെങ്കിൽ ഇവിടെ വേറൊരു പണി ഒപ്പിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഹീറോയുടെ കാറിൽ അവളുടെ എന്തോ ഒരു പ്രോഡക്റ്റിൻ്റെ കവർ എന്തോ എടുത്ത് ഉപേക്ഷിക്കുന്നുണ്ടായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഹീറോയും ഹീറോയിനും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവൾ അത് ചെയ്തിരുന്നത്. ഇവിടെ നമ്മുടെ ഹീറോയും ആ മോഡൽ
ആ പ്രൊഡ്യൂസർ പെങ്കൊച്ചും കൂടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അന്നേരം അവൾ പറയുന്നുണ്ട്, എൻ്റെ മൂക്കിൽ ഞാൻ സർജറി നടത്തിയെന്നും അതിലെനിക്ക് നല്ലൊരു എമൗണ്ട് ചിലവായിട്ടുണ്ട്, നിനക്ക് പറ്റുമെങ്കിൽ നീ അതിനുള്ള കോമ്പൻസേഷൻ എനിക്ക് തരണം. അതല്ല എന്നുണ്ടെങ്കിൽ നീ ഇത്രയും പേരുടെ ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് എന്നോട് പരസ്യമായിട്ട് മാപ്പ് പറയണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഹീറോയ്ക്കാണെങ്കിൽ ഇതിന് രണ്ടിനും പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അവൾക്ക് കുറേ കൂടെ ദേഷ്യം വന്നിട്ട്, എങ്കിൽ നീ നിൻ്റെ ലൈഫിൽ ഇനി അനുഭവിക്കാനായിട്ട് കിടക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവൾ ആ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് കയറി നിന്നിട്ട് മയക്ക് മേടിച്ച് നമ്മുടെ ഹീറോയും ആ മോഡൽ പെങ്കൊച്ചിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവർ രണ്ടുപേരും ഒരു ആഡിൽ അഭിനയിച്ചിട്ടുണ്ട്, അതിപ്പോൾ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ് എന്നാണ് രീതിയിലാണ് ഇന്ന് ഈ പാർട്ടി ഇവിടെ നടത്തിയിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇവളെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നുള്ളത് നമ്മുടെ ഹീറോയ്ക്കും ആ മോഡൽ പെങ്കൊച്ചിനും മനസ്സിലായിട്ടില്ലായിരുന്നു. അവളെല്ലാം സംസാരിച്ച് കഴിഞ്ഞിട്ട് നേരെ ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് ഈ മോഡൽ പെങ്കൊച്ചിനെ നോക്കിയിട്ട്, ഞാനിപ്പോൾ ഈ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അല്ലേ, അതിന് തലയിൽ ആൾ താമസം വേണം, കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ വഴിയേ നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കിക്കൊള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടൊന്ന് മോനെ വെച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയാണെങ്കിൽ ഹീറോയിനെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ തിരികെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് ഹീറോ അവളോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ മുഖം കണ്ടാലറിയാം നിനക്ക് എന്തോ ഒരു വിഷമമുണ്ടെന്ന്. കാര്യം എന്താണെന്ന് തിരക്കുമ്പോൾ അവൾ ഈ കാര്യം പറയുന്നുണ്ടായിരുന്നു. നീയും അവൾ ഒന്നിച്ചാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് ഇത്രയും സങ്കടം വരത്തില്ലായിരുന്നു, ഞാൻ ഓക്കെ പറയുമായിരുന്നു. പക്ഷെ നീ എന്തിനാ എന്നോട് നുണ പറഞ്ഞിട്ട് അവളുടെ കൂടെ പോയെന്ന് ചോദിക്കുമ്പോൾ, അതാണോ നിൻ്റെ വിഷമത്തിൻ്റെ റീസൺ? നീ ഒരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് പോലും അറിയത്തില്ലായിരുന്നു അവൾ വരുന്നുണ്ടെന്നുള്ള കാര്യം. വന്നതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ അവൾ ആ ഫോട്ടോയൊക്കെ എടുത്തത് നിന്നെ ഒന്ന് വിഷമിപ്പിക്കാൻ കരുതി തന്നെയാണ്. അത് നീ ഒന്ന് മനസ്സിലാക്ക്. ഞാനും അവളും തമ്മിൽ ഒരു ബന്ധവുമില്ല. അവൾ വരുന്ന കാര്യം പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അവൾ വരുന്നതിന് ഞാൻ തന്നെ നിന്നോട് കള്ളം പറയുന്നൊക്കെ പറഞ്ഞിട്ട് അവൾ എന്തായാലും ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. അന്നേരം നമ്മുടെ ഹീറോയിനോടൊരു കാര്യം പറയുന്നുണ്ട്, എന്ത് കാര്യം തന്നെയായിരുന്നിരുന്നാലും നീ എന്നോട് ഒരിക്കലും നുണ പറയരുത്. എത്ര തന്നെയായിരുന്നാലും സത്യസന്ധമായിട്ട് തന്നെ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേറെ ഒരു പ്രശ്നമില്ലെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഹീറോയുടെ വീട്ടിലേക്ക് ഹീറോയിൻ വരുന്നുണ്ട് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട്. പക്ഷെ അവിടേക്ക് വരുന്ന സമയത്ത് അവൻ അതുവരെയും വീട്ടിലേക്ക് എത്തിയിട്ടില്ലായിരുന്നു. വന്നവിടെ കണ്ണാടി നോക്കിയിട്ട് പല പോസിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു. കാര്യം വേറൊന്നുമല്ല, ആ മോഡൽ പെങ്കൊച്ച് പറഞ്ഞല്ലോ ഇവൻ ഇവളെ സ്നേഹിക്കണമെങ്കിൽ കുറച്ച് സെക്സ് ലുക്കിലൊക്കെ നടക്കണമെന്ന്. അങ്ങനത്തെ രീതിയിലൊക്കെ അവളിങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒന്നും അവൾക്ക് ചേർന്നതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് അവളുടെ മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് നമുക്കിതൊന്നും ചേർത്തില്ല എന്ന് പറഞ്ഞിട്ട് കണ്ണാടി നോക്കിയിട്ട് ക്യൂട്ടായിട്ടൊന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് കാണാനായിരുന്നു ഭംഗി കൂടുതൽ. അത് കഴിഞ്ഞിട്ട് അവളിങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ മോഡൽ പെങ്കുച്ച് നമ്മുടെ ഹീറോയിനെ വിളിക്കുന്നുണ്ടായിരുന്നു. ഹീറോയിന് കോൾ എടുക്കാൻ ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാലും കോൾ എടുക്കുന്ന സമയത്ത് ഇതുവരെ എൻ്റെ ബേബി അവിടെ എത്തിയിട്ടില്ല എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഹീറോയിൻ അത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും അവൾ മറുപടി പറയുന്നുണ്ട് അവൻ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല എന്ന്. അന്നേരം അവൾ അവൻ കാറ് ചിലപ്പോൾ വാഷ് ചെയ്യാനായിട്ട് കൊണ്ടുപോയതായിരിക്കും, വേറെ ഒന്നുമല്ല, ഇന്നലെ കാറ് ഫുള്ള് മെസ്സിയായിരുന്നു, ഞാനും ഉണ്ടായിരുന്നല്ലോ, അത് കാരണം അവൻ എന്തായാലും കാറ് വാഷ് ചെയ്തിട്ടായിരിക്കും വീട്ടിലേക്ക് വരുന്നത്, അതുകൊണ്ട് ഇത്ര ലേറ്റ് ആവുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. ഹീറോയിൻ അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. പെട്ടെന്ന് വെച്ചിട്ട് അവൾ, നീ എന്തിനാ ഇതൊക്കെ എന്നോട് ഇങ്ങനെ പറയുന്നത്? എനിക്കറിയാം നിനക്ക് എന്നെ എങ്ങനെയെങ്കിലും ദേഷ്യം പിടിപ്പിക്കാനും ഞങ്ങൾ തമ്മിൽ പിരിയാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ പറയുന്നുള്ളത്, അത് കാരണം ഞാനിതൊന്നും വിശ്വസിക്കാൻ പോകത്തില്ല എന്ന് പറയുമ്പോൾ അവൾ പെട്ടെന്ന്, നിനക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നീ അവൻ്റെ കാറിൽ പോയി തിരഞ്ഞു നോക്ക്, എന്തെങ്കിലും ഒരു സാധനം എൻ്റേതായിട്ട് കിട്ടാതിരിക്കില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. കോള് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഹീറോയിനെ ആലോചിക്കുന്നുണ്ട്. ഞാൻ അവനെ സംശയിക്കുന്നില്ല, പക്ഷെ അവൾ പറയുന്നില്ല എന്താ പോയി കാറിൽ നോക്കണം എന്ന് എൻ്റെ മനസ്സിങ്ങനെ പറയുന്നത് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ഹീറോ വരുന്നുണ്ടായിരുന്നു. അവൾ താഴേക്ക് പോയിട്ട് ഹീറോയെ പെട്ടെന്ന് ഹഗ് ചെയ്തിട്ട് അവൻ്റെ പോക്കറ്റിൽ ഇങ്ങനെ തപ്പുന്നുണ്ടായിരുന്നു. അന്നേരം അവൻ, നീ എന്തായി നോക്കുന്നതെന്ന് പറയുമ്പോൾ, ഒന്നുമില്ല ഞാൻ ചുമ്മാ എന്ന് പറഞ്ഞിട്ട്, ഞാൻ പറഞ്ഞ സാധനം നീ മേടിച്ചോണ്ടെന്ന് ചോദിക്കുമ്പോൾ, ആ ഡിക്കിയിലുണ്ട് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ അത് എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ കാറിൽ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അന്നേരം അവൻ എന്താ ഈ നോക്കുന്നതെന്ന് പറയുമ്പോൾ, ഒന്നുമില്ല നീ കാറ് വാഷ് ചെയ്തോ, എന്തോ ഒരു തിളക്കം പോലെ ഫീൽ ചെയ്യുന്നു, അതുകൊണ്ട് ചോദിച്ചാന്ന് പറയുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ പിന്നെ കാറ് വാഷ് ചെയ്യുക, അതൊന്നും ഞാൻ പോയിട്ടില്ല, ഞാൻ നല്ല ടയർഡാണ്, എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടി നേരെ മുകളിലേക്ക് പോകുമ്പോൾ അവൾ പെട്ടെന്ന്, അയ്യോ എൻ്റെ ലിപ്സ്റ്റിക്ക് ഞാൻ എൻ്റെ കാറിൽ വെച്ച് മറന്നു എന്ന് എനിക്ക് തോന്നുന്നു, അതൊന്നും എനിക്ക് നോക്കണം, അത് കാരണം നീ കീതാ ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറയുമ്പോൾ അവനും കൂടെ വരാമെന്ന് അവൻ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യമില്ല, നീ പോയി റെസ്റ്റ് എടുക്കുക, ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇവൾ നേരെ കാറിലേക്ക് പോയിട്ട് ആ മോഡൽ പെങ്കൊച്ച് പറഞ്ഞ സാധനം എന്തെങ്കിലും അവിടെ ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുന്നുണ്ടായിരുന്നു. ഫുള്ള് സെർച്ച് ചെയ്ത് ലാസ്റ്റ് ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കുമായിരുന്നു ഡോറിൻ്റെ ഉള്ളിൽ അവൾ യൂസ് ചെയ്തിട്ട് എന്തോ ഒരു പ്രോഡക്റ്റിൻ്റെ കവർ ഇരിക്കുന്ന അവൾ കാണുന്നത്. അപ്പോൾ തന്നെ അവൾക്കത് മനസ്സിലാവുന്നുണ്ട് അത് അവളുടെയാണെന്നുള്ളത്. ഇതുകൂടെ കാണുമ്പോൾ അവൾക്ക് സംശയം ചെറിയ രീതിയിൽ ഇരട്ടിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ആ കാറിൽ നിന്ന് കിട്ടിയ സാധനം എടുത്തിട്ട് നേരെ അവൾ നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. മുഖം നല്ല വീർപ്പിച്ച് വെച്ചുകൊണ്ടായിരുന്നു പോയിരുന്നത്. പോയപ്പോടെ അവൻ്റെ അടുത്ത് നല്ലപോലെ ദേഷ്യപ്പെട്ടിട്ട്, നീ എന്നോട് എന്താ പറഞ്ഞത്, അവൾ നിൻ്റെ കൂടെ വന്നതേ ഉള്ളൂ, അവളുടെ നിർബന്ധപ്രകാരമാണ് ഫോട്ടോ എടുത്തതെന്നൊക്കെയല്ലേ, പിന്നെ എങ്ങനെ അവളുടെ ഈ സാധനം കാറിനകത്ത് വരുന്നതെന്ന് പറഞ്ഞിട്ട് അവൾ നല്ല രീതിയിൽ ഷൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. മാത്രമല്ല അവൻ ഇവളോട് കള്ളം പറഞ്ഞു എന്നുള്ള രീതിയിൽ അവൾക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്ന് കരയുന്നുണ്ടായിരുന്നു. ഹീറോ ആണെങ്കിൽ, നിന്നെ ഞാൻ എങ്ങനെ പറഞ്ഞാൽ വിശ്വസിപ്പിക്കുന്നത്, അവളെ ഇതെല്ലാം ചെയ്തത് അത് നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ്, അത് നീ ഒന്ന് മനസ്സിലാക്കെന്ന് പറയുമ്പോൾ അവൾ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ നേരെ സോഫയിലേക്ക് വന്നിരിക്കുന്നുണ്ടായിരുന്നു. ഹീറോ സമാധാനത്തിൽ അവളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് പറഞ്ഞിട്ട് നേരെ
സോഫയിലേക്ക് വന്നിരുന്നിട്ട് നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനും അവളും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഇങ്ങനെ ആഡിൽ അഭിനയിക്കുന്നത് കൊണ്ട് ഒരുമിച്ച് നിൽക്കേണ്ടി വരുന്നത് മാത്രമെന്ന് പറയുമ്പോൾ അവളാണെങ്കിൽ ഞാൻ എന്നൊരു കാര്യം ചോദിക്കാം, നിങ്ങൾ തമ്മിൽ മുന്നേ റിലേഷനിലായിരുന്നല്ലോ, അതെങ്കിലും നീ സത്യം പറയാൻ ചോദിക്കുമ്പോൾ അങ്ങനെ റിലേഷനിലാണ് എന്ന് പറയാൻ പോലും അതൊന്നുമില്ല. ഒരു 2-3 ആഴ്ചയുള്ള റിലേഷനായിരുന്നു. പക്ഷേ അവളുടെ ക്യാരക്ടർ അതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിനുശേഷം ഇന്നേ വരെ ഞാൻ അവളോട് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് പോലുമില്ല. ഞാൻ അതിനുശേഷം സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്നെ മാത്രമാണ്. ഇപ്പോഴും എന്നും ഇനി ആത്മാർത്ഥതയോട് ഞാൻ സ്നേഹിക്കുന്നത് അത് നിന്നെ മാത്രമായിരിക്കും. നീ എന്നൊന്ന് വിശ്വസിക്കുന്ന പറഞ്ഞിട്ട് അവൻ ഒരുപാട് അവളെ കാല് പിടിക്കുന്ന പോലെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഹീറോയിനാണെങ്കിൽ അവനെ കാണുമ്പോൾ ഒരു സഹതാപം തോന്നിയിട്ട് മനസ്സിൽ അവളിങ്ങനെ പറയുന്നുണ്ട്. അവനോട് കള്ളമല്ല പറയുന്ന, അവൻ്റെ കണ്ണുകളിലൂടെ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വെച്ചിട്ട് അടുത്തൊരു ബോംബ് കൂടെ ഹീറോ പറയുന്നുണ്ടായിരുന്നു. നാളെ ഇനി അവളുടെ കൂടെ ഒരു ആടിൽ അഭിനയിക്കാനുള്ളതെന്ന് പറയുമ്പോൾ ഹീറോയിന് ദേഷ്യം വന്നിട്ട് പിന്നെയോ ഇത് ഇതുവരെ തീർന്നില്ലെന്ന് പറഞ്ഞിട്ട് അവൾ സോഫയിലേക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വെച്ചിട്ട് അവൻ നീ വേണമെങ്കിൽ എൻ്റെ കൂടെ വാന്ന് പറയുമ്പോൾ ഇനി അതുകൂടെ എനിക്ക് കാണാനായിട്ട് വയ്യ, ഞാനൊന്നും വരുന്നില്ല, നിൻ്റെ വർക്ക് കാര്യങ്ങൾ നടക്കട്ടെ, അതിലൊന്നിലും ഞാൻ ഇടപെടുന്നില്ല, എന്തായാലും പോയി അഭിനയിച്ചിട്ട് വാന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഹീറോ അവളെ ഏകദേശം ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് അവൻ കുളിക്കാനായിട്ട് ബാത്റൂമിലേക്ക് കയറുന്ന സമയത്ത് അവൻ്റെ മനസ്സാകെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. കാരണം വേറൊന്നുമല്ല, അവൻ്റെ അനിയത്തിയെക്കുറിച്ച് ആലോചിച്ചിട്ടായിരുന്നു. അവനിങ്ങനെ കണ്ണടിച്ച് കിടക്കുമ്പോഴത്തേക്കും അവൻ്റെ അനിയത്തിക്ക് എന്തോ ഒരു ആപത്ത് വന്നിട്ട് അവനിങ്ങനെ ആരും അടിക്കുന്ന പോലെയൊക്കെ കാണുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വെച്ചിട്ട് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അവൻ കിടക്കുന്ന ആ ബാത്ത് ടബിൽ കിടക്കുന്ന വെള്ളം ഫുള്ള് ബ്ലഡ് പോലെയായിരുന്നു തോന്നിയിരുന്നത്. അവൻ ആകെ പേടിച്ച് വിറച്ച് മിററിലേക്ക് നോക്കുന്ന സമയത്ത് അതൊരു നോർമൽ വാട്ടറായിട്ട് അവൻ കാണുന്നുണ്ടായിരുന്നു. അവൻ ആകെ മൊത്തത്തിലൊരു ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയായിരുന്നു. പിറ്റേ ദിവസം എന്തായാലും അവൻ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകുന്നുണ്ട്. ആ മോഡൽ പെങ്കൊച്ചുമായിട്ട് നല്ല രീതിയിലായിട്ട് കുറച്ച് ഇഴുകി ചേർന്നൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോയിന് വീട്ടിലിരുന്നിട്ട് ഇരിക്കപ്പുറത്ത് ഇല്ലാതെ നമ്മുടെ ഹീറോയോട് പറയാതെ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആരും കാണാതെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ മോഡൽ പെങ്കൊച്ച് നമ്മുടെ ഹീറോയോട് വല്ലാത്ത രീതിയിൽ അടുത്ത് പെരുമാറുന്നുണ്ടായിരുന്നു. ഇതവൾക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ അവൾ അവിടെ നിന്ന് പോകാനായിട്ട് തിരിയുമ്പോഴായിരുന്നു പുറകിൽ നിന്ന് ഒരു പെൺകുട്ടിയാണെങ്കിൽ കുറച്ച് കപ്പിൽ ടീയൊക്കെ കൊണ്ടുവന്നിരുന്നത്. അത് നമ്മുടെ ഹീറോയിൻ്റെ കൈതിട്ട് താഴെ വീഴുന്നുണ്ടായിരുന്നു. അവളിങ്ങനെ സോറി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ നിൽക്കുന്ന സമയത്തായിരുന്നു ഇതിൻ്റെ ഒച്ച കേട്ടിട്ട് ഹീറോ അവിടേക്ക് വന്നിരുന്നത്. വന്നപാടെ നീ എന്താ എന്നോട് പറയാതെ വന്നത്, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ഞാൻ വെറുതെ ജസ്റ്റ് ഇതുവഴി പോയപ്പോൾ കയറിയതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. കൊള്ളാം, എനിക്ക് മനസ്സിലായി, നീ എന്നെ കാണാൻ വേണ്ടി തന്നെ എവിടേക്ക് വന്നതെന്ന് പറഞ്ഞിട്ട് അവൾ ഒരുമാതിരി കളിയാക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അവൾ വന്ന സ്ഥിതിക്ക് അവളുടെ കൂടെ പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നീ കുറച്ച് സമയം വെയിറ്റ് ചെയ്യും, ഞാനൊന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരട്ടെ, എന്തായാലും ഷൂട്ടിംഗ് കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് അവളൊന്ന് ആശ്വസിക്കാൻ കരുതിയിട്ട് കുറേ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അവൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് പോകുമ്പോൾ നമ്മുടെ ഹീറോയിൻ നേരെ വാഷ്റൂമിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ കറക്റ്റായിട്ട് ആ മോഡൽ പെങ്കൊച്ചും കയറി വരുന്നുണ്ടായിരുന്നു. വന്നപാടെ നിൻ്റെ മുഖം കണ്ടാലറിയാം നീ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടുണ്ടെന്ന്, എന്തിനാ നിനക്ക് വിഷമം വന്നത്, ഞാൻ അവനോട് എങ്ങനെയൊക്കെ അഭിനയിച്ചത് കൊണ്ടാണോ ചോദിക്കുമ്പോൾ ഹീറോയിനാണെങ്കിൽ നീ എൻ്റെ മുഖം നല്ല പോലെ ഒന്ന് നോക്കിയിട്ട് പറയും ഞാൻ കരഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്, അല്ലാതെ വെറുതെ ഓരോന്ന് വിളിച്ച് പറയുമെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ നിൻ്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ നീ കരഞ്ഞതെന്ന് ഈ മോഡൽ പെങ്കൊച്ച് പറയുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യത്തെക്കുറിച്ചൊന്നും നീ സംസാരിക്കേണ്ട ആവശ്യമില്ല. എന്നെ അവനെ തെറ്റിക്കാനായിട്ട് നിനക്ക് ഈ ജന്മം സാധിക്കത്തില്ല. ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിഞ്ഞിട്ട് നല്ലൊരു ജീവിതം നയിക്കുന്നത് നീ ഇന്നല്ലെങ്കിൽ നാളെ കാണേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് ഇവളെ പിരികേറ്റി വിടുന്നുണ്ടായിരുന്നു. ഇവൾക്കിത് കേൾക്കുമ്പോൾ നല്ലപോലെ ദേഷ്യം വന്നിട്ട് നീ എന്താ വിചാരിക്കുന്നത്, നീ അവനെ ഒരുമിച്ച് ജീവിക്കുമെന്നാണോ? അവൻ്റെ റിലേഷൻ അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ അവനോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നീ വെറുതെ ഇനി അതും പറഞ്ഞതിനെ ബ്ലാക്ക്മെയിൽ ചെയ്യേണ്ട നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ടായിരുന്നു. ഇതിലൊന്നിലും ഹീറോയിൻ വീഴുന്നതാണെന്ന് കാണുമ്പോൾ നീ നോക്കിക്കോ, അവൻ എപ്പോഴായിരുന്നാലും എൻ്റെ അടുത്തേക്ക് വരുമെന്ന് പറയുമ്പോൾ തന്നെ ഹീറോയിന് ദേഷ്യം വന്നിട്ട് അവളുടെ കവിളിലേക്ക് കയറ്റി പിടിച്ചിട്ട് ചോരോട് ചേർത്ത് നിർത്തിയിട്ട് നീ ഇനി ഇതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ കൊന്നുകളയും, അതല്ല എന്നുണ്ടെങ്കിൽ ഈ വാഷ്റൂമിൽ കൊണ്ടുപോയി തന്നെ ഞാൻ നിന്നെ കുറച്ച് വീഡിയോസ് എടുക്കും, എന്നിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ട് പറയും മറ്റുള്ളവരുടെ ബോയ് ഫ്രണ്ടിനെ ആഗ്രഹിക്കുന്നതാണ് നിൻ്റെ മെയിൻ തൊഴിലെന്ന് പറഞ്ഞിട്ട് നിൻ്റെ കരിയർ മൊത്തം ഞാൻ അവസാനിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ഭയങ്കരമായിട്ട് ഡയലോഗൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് കൈയെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ മോഡൽ പെങ്കുച്ച ഉടനെ നീ എന്താ വിചാരിച്ചത്, അവനെ ഒരിക്കലും എനിക്ക് സ്വന്തമാക്കാൻ പറ്റത്തില്ലാന്നോ, നീ നോക്കിക്കോ, ഇതെൻ്റെ വാശിയാണ്, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളെല്ലാം അവൻ എന്നിലേക്ക് അടുപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും, ലാസ്റ്റ് അവൻ എൻ്റെ അടുത്തേക്ക് തന്നെ വരുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. ഹീറോയിനാകെ ദേഷ്യം വന്നിട്ട് അവിടെ കിടന്ന് അലറി വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. നീ ഇത്രയും സമയത്ത് എവിടെ പോയതാന്ന് ചോദിക്കുമ്പോൾ ഞാൻ വാഷ്റൂമിലായിരുന്നുവെന്നും അവൾ എന്നെ കാണാനായിട്ട് അവിടെ വന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. ഹീറോ പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ, അവൾ നിന്നോട് എന്തെങ്കിലും വേറെ രീതിയിൽ പെരുമാറുകയും ചോദിക്കുമ്പോൾ അവൾ എന്നെ ഒന്നും പറഞ്ഞില്ല, ഞാൻ നല്ലതുപോലെ പറഞ്ഞു വെച്ച് കൊടുത്തിട്ടുണ്ട്, വേറെ ഒന്നുമല്ല, ഇനി മേലിൽ ഞങ്ങൾ തമ്മിൽ പിരിക്കാനായിട്ട് ശ്രമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടെന്ന് പറയുമ്പോൾ ഹീറോയ്ക്ക് ഇത് കേൾക്കുമ്പോൾ ചിരി വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൻ അവളോട് ഞാൻ നിന്നോടൊരു കാര്യം പറയാം, ഇനി എന്തൊരു കാര്യം വന്നിരുന്നാലും നീ എന്നെ ഒരിക്കലും സംശയിക്കരുത്, ഞാനും നിന്നെ വേറൊരു രീതിയിൽ സംശയിക്കില്ല, നീ എനിക്ക് പ്രോമിസ് തരാൻ പറയുമ്പോഴത്തേക്കും അവൾ പ്രോമിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അന്നേരം അവൻ എങ്കിൽ വാ നമുക്ക് എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് കുറച്ച് നല്ല ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ലേഡി വന്നിട്ട് നിങ്ങൾക്കിപ്പോൾ ഒരു മീറ്റിംഗ് നടക്കാൻ പോകുന്നുണ്ടെന്നും നിങ്ങൾക്ക് ഒരു ഓഫർ കിട്ടിയിട്ടുണ്ട്, സിംഗപ്പൂരിലാണ്,
സോ നിങ്ങൾ അവിടെ ഒരു ആഡ് അഭിനയിക്കാനായിട്ട് പോകേണ്ടി വരുമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ഹീറോയിൽ ഒരുപാട് സന്തോഷം വരുന്നുണ്ടായിരുന്നു. ഹീറോ തിരിഞ്ഞു നിന്നിട്ട് നീ അതിന് ഓക്കെ ആണോ, ഞാൻ പോകുന്നതുകൊണ്ട് നിനക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കെന്ത് പ്രശ്നമാണ്, നിൻ്റെ കരിയറിൽ നല്ലൊരു അവസരമല്ലേ നിനക്ക് കിട്ടിയിരിക്കുന്നത്, അത് കാരണം എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. നീ പോയാൽ നിനക്കൊരു വലിയ ഇൻ്റർനാഷണൽ മോഡൽ ആവാനായിട്ട് സാധിക്കും, അത് കാരണം നീ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കണം, നീ സിംഗപ്പൂരിൽ പോയേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും അവൻ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ പുറമേ നിന്ന് അവനിങ്ങനെ കാണുന്നുണ്ടായിരുന്നു. ഈ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അതിനുള്ളിൽ ഈ ആഡിൻ്റെ പ്രൊഡ്യൂസറും മറ്റു കാര്യങ്ങളെല്ലാം ആൾക്കാരെല്ലാവരും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിൻ അതെല്ലാം കണ്ട് പുറത്ത് നിൽക്കുന്ന സമയത്ത് പുറത്തുകൂടെ വരുന്ന വേറൊരാൾ അവളെ വന്ന് ഇങ്ങനെ തട്ടുന്നുണ്ടായിരുന്നു. വേറെ ആരുമല്ല, ആ പ്രൊഡ്യൂസർ പെങ്കൊച്ചായിരുന്നു വന്നിരുന്നത്. വന്നപാടെ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, നീ ഇപ്പോൾ അവൻ്റെ മാനേജറല്ലോ, പിന്നെ എന്തിനാ അവൻ്റെ പുറകെ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ വെറുതെ പോയപ്പോഴത്തേക്കും അവനെന്നെ ഒന്ന് വിളിച്ചായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങോട്ടൊന്ന് കയറിയെന്ന് പറയുന്നുണ്ടായിരുന്നു. അന്നേരം അവൾ ഇവൻ്റെ ക്യാരക്ടർ ഒരു വല്ലാത്ത ക്യാരക്ടർ തന്നെയാണ്, ഇന്നലെ മറ്റേ പെങ്കൊച്ചിൻ്റെ കൂടെ, ഇന്ന് നിൻ്റെ കൂടെ, ശരിക്കും നിങ്ങൾ രണ്ടുപേരിൽ ആരെയും അവൻ സ്നേഹിക്കുന്നതൊക്കെ ചോദിച്ചിട്ട് വല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ അവൻ എന്നോട് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അതിലിപ്പോൾ എന്താ പറയാനിരിക്കുന്നത്, അവനിങ്ങനെ ഒരു ഫംഗ്ഷന് പോയി അത് കഴിഞ്ഞ് തിരിച്ച് വന്നു, പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നി ഇതൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന്. അതെന്തായാലും നീ ഒരിക്കലും അറിയില്ല, അവനതൊരിക്കലും എന്നോട് പറയത്തുമില്ല. എന്തായാലും എൻ്റെ വായിൽ നിന്ന് നീ അത് അറിയണ്ട, അറിഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ഈ പാവം പോലെ ഇരിക്കുന്ന മനസ്സ് തകർന്നു പോകത്തില്ലെന്ന് പറഞ്ഞിട്ട് ഒരുപാട് അവളെ ഇങ്ങനെ കുത്തുന്നുണ്ടായിരുന്നു. എന്നിട്ട് നീ നോക്കിക്കോ, ലാസ്റ്റ് നീ ഒരുപാട് വിഷമിക്കേണ്ടി വരും അവൻ കാരണം, അവൻ്റെ ക്യാരക്ടറൊന്നും അത്ര നല്ലതല്ല, അതൊക്കെ ഇത്രയും വർഷം അവൻ്റെ കൂടെ വർക്ക് ചെയ്തവർക്ക് അറിയത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും നമ്മുടെ ഹീറോയെക്കുറിച്ച് ഒരുമാതിരി കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ഹീറോയിന് എന്ത് തീരുമാനം എടുക്കണം, എന്തൊക്കെ ഈ സംഭവിക്കുന്ന അറിയാത്ത പാട് നിൽക്കുന്നുണ്ടായിരുന്നു. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും കൂടെ പുറത്തൊരു കോഫി ഷോപ്പിലിരിക്കുന്ന സമയത്ത് ഹീറോയിൻ്റെ മനസ്സ് മുഴുവൻ അവൾ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. പെട്ടെന്ന് വെച്ചിട്ട് ഹീറോ ആണെങ്കിൽ നീ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നു ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ഞാനിങ്ങനെ അവിടെ നിന്ന സമയത്ത് ആ പ്രൊഡ്യൂസർ പെങ്കൊച്ച് വന്നു എന്നും വെറുതെ ജസ്റ്റ് കണ്ട് സംസാരിച്ചു, അതിങ്ങനെ ആലോചിച്ചാന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൻ നീ ഓക്കെ ആണോ, ഞാൻ സിംഗപ്പൂർ പോകുന്നതുകൊണ്ട് നിനക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കെന്ത് പ്രശ്നമാണ്, ഞാൻ പറഞ്ഞില്ലേ നീ വലിയൊരു മോഡലാവാൻ പോവല്ലേ, അതിലെനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, നീ സന്തോഷമായിട്ട് പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അവൾ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സിംഗപ്പൂറാണ് കാണിക്കുന്നത്. അവൻ ആ ആഡിൽ അഭിനയിക്കുന്നത് മറ്റേ പെൺകുട്ടിയുടെ കൂടെ തന്നെയായിരുന്നു, അതായത് ആ മോഡൽ പെങ്കൊച്ചിൻ്റെ കൂടെ. എന്നാലും ആഡൊക്കെ മനോഹരമായിട്ട് അവൻ അഭിനയിക്കുന്നുണ്ടായിരുന്നു. തിരിച്ച് അവൻ റൂമിലേക്ക് വരുന്ന സമയത്ത് പതിവ് പോലെ അവൻ കിടന്നുറങ്ങിയിട്ട് പഴയ സ്വപ്നങ്ങൾ കാണുന്നുണ്ടായിരുന്നു. അത് കണ്ട് അവൻ ഞെട്ടി ഉണരുന്നുണ്ടായിരുന്നു. എന്തിനാ അവനിങ്ങനെ ഇത് ഇടയ്ക്കിടയ്ക്ക് കാണുന്നതെന്നും ഇതിൻ്റെ പുറകിൽ എന്ത് സ്റ്റോറിയുള്ളതെന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡ്സിൽ നിന്ന് കാണാം. എന്തായാലും അതോടുകൂടെ ഈ എപ്പിസോഡ് കഴിയുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് കാണാം. ടാറ്റാ.